തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവമാണ് ഏറെ വിവാദമായി വാർത്താമാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഏവരും ചർച്ച ചെയ്ത ഒരു വിഷയം ഇ.ഡിയെ പറ്റിയായിരുന്നു. അതായത് 2014 BJP സർക്കാർ അധികാരത്തിലെത്തിയ കാലം മുതൽ ഇന്നുവരെ വാർത്തകളിൽ ഏറ്റവും അധികം നിറയുന്ന ഒരു അന്വേഷണ ഏജൻസി കൂടിയാണ് ഇ.ഡി എന്നറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതിപക്ഷത്തിനെതിരെ ഇ.ഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നു കേന്ദ്രമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. എന്താണ് ശരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? എന്തൊക്കെയാണ് ഇ.ഡിയുടെ വിശാല അധികാരങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം. രാജ്യത്തെ ഒരു നിയമനിർവഹണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത്. ധനകാര്യ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്നുള്ളതാണ് ഇ.ഡിയുടെ മുഖ്യ ലക്ഷ്യം. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിൽ ലോ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആയിട്ടാണ് 1956 ഇ.ഡി നിലവിൽ വന്നത്. കള്ളപ്പണ നിരോധന നിയമം, വിദേശ പണമിടപാട് നിയമങ്ങൾ, ഇതുപോലുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തന്നെ ആഘാതം സൃഷ്ടിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇ.ഡി കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇ.ഡിയുടെ പ്രവർത്തനം. ലഹരിക്കടത്ത്, അഴിമതി തുടങ്ങി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണത്തെ നിയമവിധേയമായ പണമാക്കി മാറ്റുന്ന ക്രിമിനൽ കുറ്റകൃത്യമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനായി ഇ.ഡിക്ക് അധികാരമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച വരുമാനം കണ്ടുകെട്ടാനുള്ള അവകാശവും ഇ.ഡിക്കുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ബന്ധപ്പെട്ട വ്യക്തികളോ സ്ഥാപനങ്ങളോ വാഹനങ്ങളോ ഒക്കെ തന്നെ ഇ.ഡിക്ക് പരിശോധിക്കാൻ കഴിയും. നിയമവിരുദ്ധമായ പണം പിടിച്ചെടുക്കാൻ കഴിയും. ഇനി ഇ.ഡിയുടെ പരിധിയിൽ വരുന്ന നിയമങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കൂടി പരിശോധിക്കാം. ആദ്യത്തേത് കള്ളപ്പണ നിരോധന നിയമം 2002 പിന്നീട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA 1999 പിന്നീട് ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. അതായത് വിജയ് മല്യയെ പോലുള്ള പ്രമുഖരായ പലരും രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പിടികിട്ടാപ്പുള്ളികളായി മാറിയതിന് പിന്നാലെയാണ് സർക്കാർ ഈ ഒരു നിയമം കൊണ്ടുവന്നത്. പിന്നീടുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1973. സ്പോൺസറിംഗ് ഏജൻസി അണ്ടർ കൊഫപ്പോസ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ ഏറെ കേട്ടിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. FEMA നിയമലംഘനവുമായി ബന്ധപ്പെട്ട പ്രതികളെ കരുതൽ തടങ്കിൽ വയ്ക്കുന്ന കേസുകൾ സ്പോൺസർ ചെയ്യാനുള്ള ഇ.ഡിയുടെ അധികാരത്തെ തന്നെയാണ് ഇത് നിർവചിക്കുന്നത്. ഇനി ഇ.ഡിക്ക് നൽകുന്ന പ്രത്യേക അധികാരങ്ങൾ ചിലതുണ്ട്, മറ്റ് അന്വേഷണ ഏജൻസികൾക്കില്ലാത്തത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രതി ഇ.ഡിക്ക് മുന്നിൽ നൽകുന്ന മൊഴി PMLA പ്രകാരം കോടതിയിൽ തെളിവായി തന്നെ സ്വീകരിക്കും. അതായത് പ്രതി കുറ്റമേറ്റു പറയുന്നത് പോലും കോടതി തെളിവായി കണക്കാക്കും. പരാതിയില്ലാതെ ആർക്കെതിരെയും ഇ.ഡിക്ക് അന്വേഷണം നടത്താം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേസിൽ അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യണം എന്ന നിയമമില്ല. മറ്റൊരു അതോറിറ്റിയുടെ FIRന്റെ അടിസ്ഥാനത്തിൽ ഇ.ഡിക്ക് അന്വേഷണം നടത്താൻ കഴിയും. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഇ.ഡിയിൽ നിക്ഷിപ്തമാണ്. കാരണം കാണിക്കാതെ തന്നെ ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകാൻ വേണ്ടി അവർക്ക് ആവശ്യപ്പെടാം. 2017 വരെ ഇ.ഡി കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. അതായത് ഇ.ഡി കേസിൽ അകത്തായാൽ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല. കോടതിക്ക് പ്രതി കുറ്റക്കാരനല്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. അതുവരെ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ, അതല്ലെങ്കിൽ പ്രതി, ജയിലിൽ കിടക്കും. എന്നാൽ 2017 കോടതി ഈ വ്യവസ്ഥ എടുത്തു കളയുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയ പ്രവർത്തകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെയൊക്കെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനോ ഹാജരാക്കാനോ ആവശ്യപ്പെടാൻ ഇ.ഡിക്ക് സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതിയുടെ ആവശ്യമൊന്നും തന്നെ ആവശ്യമില്ല. ഇങ്ങനെ അധികാരമുള്ള രാജ്യത്തെ ഏക അന്വേഷണ ഏജൻസിയും അത് ഇ.ഡി മാത്രമാണ്. കുറ്റകൃത്യത്തിലൂടെ ഉണ്ടാക്കിയതെന്ന് ഇ.ഡി നിരീക്ഷിക്കുന്ന ഏത് ആസ്തിയും കണ്ടുകെട്ടാനായി ഇ.ഡിക്ക് അധികാരമുണ്ട്. എല്ലാ PMLA കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാ കുറ്റങ്ങളായിരിക്കും. കുറ്റം മറച്ചുവെക്കുന്നത് പ്രത്യേക കുറ്റമായി പരിഗണിക്കാനും ഇ.ഡിക്ക് കഴിയും. യഥാർത്ഥ പ്രതി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് സമാനമായി തന്നെ ഇതിനെ നോക്കിക്കാണും. ഇനി ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയം, കേന്ദ്രം പ്രതിപക്ഷത്തിനെതിരെ നടത്തുന്ന ഒരു രാഷ്ട്രീയ വേട്ടയാടലാണോ ഇ.ഡി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇ.ഡി നടത്തിയ പരിശോധനകളിൽ 27% വർധനവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികൾക്ക് മേലും ഇ.ഡിയുടെ കരിനിഴൽ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ.ഡി സർക്കാരിന്റെ ഉപകരണമായി മാറുന്നുണ്ടോ എന്ന ചോദ്യം സമീപകാലത്ത് സജീവമായി തന്നെ ഉയരുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെയും ഇ.ഡി നോട്ടീസ് കിട്ടിയത് നമുക്കറിയാവുന്നതാണ്. കിഫ്ബി വിഭാഗത്തിലായിരുന്നു ഇ.ഡിയുടെ നടപടി ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും കുടുംബവും ആ കരിനിഴലിൽ എത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.